ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ മോറോൻ മാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപ്പോലിത്തയുടെ ഭൗതിക ശരീരം തിരുവല്ലായിൽ കബറടങ്ങി. അനേകം വിശ്വാസികൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും 10,000-ലേറെ പേരാണ് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എത്തിയത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ മോറോൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്ത തിരുമേനി ഒരു ദൈവസ്നേഹിയും മനുഷ്യസ്നേഹിയും അതോടൊപ്പം തന്നെ പ്രകൃതി സ്നേഹിയും ആയിരുന്നു. കാലം ചെയ്ത പിതാവ് എന്നോട് ഒരു സഹോദരൻ എന്ന നിലയിലുള്ള കാഴ്ചപ്പാടിലാണ് എന്നോട് പ്രവർത്തിച്ചിരുന്നത്. തിരുമേനി തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ, ഞാൻ ഉൾപ്പെടുന്ന സഭയാണത്. ആ സഭയുടെ വിവിധ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. ഒക്കെ അനുഗ്രഹം നേടി ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ളത് ഞങ്ങൾ ഓർക്കുക. കൺവെൻഷന് വന്നിട്ടും അതുപോലെ തന്നെ പിതാക്കന്മാരുടെ ഗാലറി ഉദ്ഘാടനം ചെയ്തൊക്കെ നന്ദിയോടെ ഓർക്കുക. പിതാവിനെ ഇവിടെ പലപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നൽകുന്ന സാന്ത്വന വാക്കുകൾ വളരെയധികം ആശ്വാസകരം ആയിരുന്നു. തിരുമേനി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് വളരെ വലിയതായ ഒരു വിശ്വാസ മേഖല അല്ലെങ്കിൽ സഭ സ്ഥാപിക്കാൻ സാധിച്ചത് ആ പിതാവിൻ്റെ ഇച്ഛാശക്തിയും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ അനവരതമായ കരുണയും കൃപയും എന്നുകൊണ്ട് മാത്രമാണ്. പല രീതിയിലും പാവങ്ങളെ സഹായിക്കാൻ അവർ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും അതുപോലെ തന്നെ പല രീതികളിലും സഹായിച്ചിട്ടുണ്ട്. പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു പിതാവായിരുന്നു കാലം ചെയ്ത യോഹാൻ പിതാവ്. പിതാവിൻ്റെ
റേഡിയോ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ ലോകത്തെ മുഴുവനും സുവിശേഷീകരിക്കുവാനായിട്ട് പിതാവിന് കഴിഞ്ഞു എന്ന ശ്രേഷ്ഠമാണ്. പിതാവിൻ്റെ ആ പ്രവർത്തന രീതി, ആ ശൈലി ഒക്കെ എല്ലാ സഭകൾക്കും മാതൃകയാക്കാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിതാവ് കാണിച്ചു തന്ന നല്ല വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാലം ചെയ്ത പിതാവിനെ ദൈവം വാടാത്ത കിരീടം നൽകി ഇമ്പങ്ങളുടെ പറുദീസയിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ പിതാവ് ഈ പിതാവിന് നൽകിയ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർണ്ണമായും വിശ്വാസത്തോടെ തികച്ച് ഇവിടുത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടാണ് പരമപിതാവ് ഈ പിതാവിനെ സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇതുപോലെ ഈ പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കും വാങ്ങിപ്പോകേണ്ട ദിവസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സഹായിക്കട്ടെ. ഈ പിതാവിൻ്റെ വേർപാട് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിലെ വിശ്വാസികൾക്കും സഭയ്ക്ക് മുഴുവനും ഒരു തീരാനഷ്ടമാണ്. ഈ സഭയുടെ മക്കളോടൊപ്പം തന്നെ ഞങ്ങൾ തൊഴിയൂർ സഭയും അതിലെ അംഗങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചർച്ചിന്റെ അധ്യക്ഷൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വേർപാട് വളരെ അപ്രതീക്ഷിതമാണ്, വേദനാജനകമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് സമൂഹത്തിന് അതോടൊപ്പം തന്നെ സഭയ്ക്ക് വളരെ വലുതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന നിലയിൽ സംസാരിച്ച്, സാധാരണക്കാരുടെ ഭാഷ സംസാരിച്ച്, സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച, സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. പൊതുസമൂഹത്തിന്റെ നിർമ്മിതിയിൽ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകളും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസം, പ്രകൃതിയോട് വലിയ രീതിയിൽ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്യാമ്പസ് ഈ രീതിയിൽ വളരെ മനോഹരമായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരു വിഷണറിയുടെ ഒരു വിയോഗം നമ്മുടെ സമൂഹത്തിന് ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, ബിലീവേഴ്സ് സ്കൂൾ ഉൾപ്പെടെ നല്ല നിലവാരമുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ സമൂഹത്തിന് നൽകിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൂടി നോക്കുമ്പോൾ, അത് മാത്രമല്ല സാധാരണ പാവപ്പെട്ട സ്ത്രീകളുടെ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ പ്രോജക്ട്സ് നടപ്പിലാക്കിയത് നമ്മുടെ നാട്ടിലും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ദുഃഖമറിയിക്കുകയും അനുശോചനം അറിയിക്കുകയും ഈ നാടിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സഭയോടും അതോടൊപ്പം തന്നെ കുടുംബത്തോടും മറ്റു പ്രിയപ്പെട്ടവരോടും ഈ ബിലീവേഴ്സ് കമ്മ്യൂണിറ്റിയോടും എല്ലാവരോടും, അതോടൊപ്പം കമ്മ്യൂണിറ്റി മാത്രമല്ല പുറത്ത് ഒരുപാട് ആളുകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, എല്ലാവരോടും ദുഃഖം അറിയിക്കുന്നു. പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുന്ന നേരത്തും കോരിച്ചൊരിയുന്ന മഴയത്ത് വിശ്വാസികൾ ആ മഴ നനഞ്ഞുകൊണ്ട് ദേവാലയത്തിൻ്റെ വെളിയിൽ നിന്ന് ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നത് കാണാൻ സാധിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള അനേകം പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്തയ്ക്ക് അന്തിമ ഉപചാരം അർപ്പിക്കുവാനായി എത്തിയിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്തയെ യാത്രയാക്കിയത്. ക്യാമറാമാൻ ലിൻസ് സെബാസ്റ്റ്യനൊപ്പം സജി ആൻ്റണി, ഷെക്കീന ന്യൂസ്.